വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ബാലപാഠം ഉൾക്കൊണ്ട് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് പടിപടിയായി ഉയർന്നു വന്ന നേതാവ്. EMSനും പ്രകാശ് കാരാട്ടിനും ശേഷം പാർട്ടിയിൽ ഒന്നാമനാകുന്ന മൂന്നാമത്തെ മലയാളി. ദേശീയതലത്തിൽ സീതാറാം യെച്ചൂരിക്ക് ശേഷം ഇടതുനിരയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട നേതാവ്. മറിയം അലക്സാണ്ടർ ബേബി എന്ന സഖാവ് MA ബേബി. കേരള സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന SFIയുടെ പൂർവ്വ സംഘടനയിൽ നിന്നായിരുന്നു MA ബേബിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരിക്കെ ജയിൽ ശിക്ഷ മുതൽ പോലീസിന്റെ ക്രൂര മർദ്ദനത്തിന് വരെ ഇരയായ ചരിത്രമുണ്ട്. പിന്നീട് കാലം സഞ്ചരിക്കെ 32-ാം വയസ്സിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവായി മാറി MA ബേബി. 1975-ൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മുതൽ 2006-ൽ VS അച്യുതാനന്ദൻ സർക്കാരിന് കീഴിൽ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിസ്ഥാനം വരെ കൈയാളിയ നേതാവ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സ്വയം വിമർശനങ്ങൾ നടത്താൻ മടിയില്ലാത്ത നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. പരന്ന വായനയും വിശാലമായുള്ള കാഴ്ചപ്പാടുകളും MA ബേബിയെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പര്യായമായി മാറ്റി. ബംഗാൾ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ് അശോക് ധവളയെ പിന്തള്ളിക്കൊണ്ട് കേരള ഘടകത്തിന്റെ പിന്തുണയോടുകൂടിയാണ് EMSനും പ്രകാശ് കാരാട്ടിനും യെച്ചൂരിക്കും ശേഷം പാർട്ടിയിലെ 6ാമത് ജനറൽ സെക്രട്ടറി ആവുന്നത്. ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പാർട്ടിയായ CPMൽ തന്റേതായ നിലപാടുകളും നയങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് ഇനി MA ബേബിയും അമരത്തുണ്ടാകും.